ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്, ഒരു ട്രാവലിംഗ് വ്ളോഗ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസ്, ഷോർട്സ് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ കണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയിലാണ് നമ്മൾ വെട്ടുകാട് പോകുന്നത്. ഈ വണ്ടി 2 ദിവസം മുന്നേ കുക്ക് ചേട്ടൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ആദ്യമായിട്ട് നമുക്ക് വെട്ടുകാട് പോകാമെന്ന്. അങ്ങനെ നമുക്കൊരു ട്രിപ്പ് സെറ്റായതാണ്. നമ്മൾ 4 പേരും ഫ്രണ്ടിലും പിള്ളേർ സെറ്റ് പുറകിലുമാണ് കയറിയത്. അവർക്കവിടെ ഇരിക്കാൻ സീറ്റായിട്ടില്ല. അപ്പോൾ ഷീറ്റ് വിരിച്ച് താഴത്താണ് ഇരിക്കുന്നത്. അവർക്ക് അവിടെ കിടക്കാനും കളിക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. അപ്പോൾ അവർ അവിടെ ഹാപ്പിയാണ്. അവിടെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സും കൂടെ ഈസ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോകുന്നിടത്ത് ഇങ്ങനെ ടോയ്സ് ഒന്നും വാങ്ങിച്ചു തരില്ല, ഫുഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. പിന്നെ ചുമ്മാ ഒരു യാത്ര പോയിട്ട് വരാമെന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞാനും പൊന്നും കൂടെ പ്ലാൻ ചെയ്തത് തിരുവനന്തപുരത്തുള്ള കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. മ്യൂസിയം, വെട്ടുകാട്, വേളി, ശംഖുമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലം ഇത് പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ ലാസ്റ്റ് കുക്ക് ചേട്ടൻ പറഞ്ഞ സ്ഥലം വെട്ടുകാട്, നേരെ ശംഖുമുഖം, അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നായിരുന്നു. പിന്നെ പിള്ളേർ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിച്ച് അവർ തിരിച്ച് ടാറ്റയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നമ്മളടുത്ത് വന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വെട്ടുകാട് എത്തിയിരിക്കുന്നു. വെട്ടുകാടെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് മെഴുകുതിരി നേർച്ച ഉണ്ടായിരുന്നു. അപ്പം മെഴുകുതിരിയും വാങ്ങിച്ചിട്ട് അവിടെ മെഴുകുതിരി സ്റ്റാൻഡിലോട്ട് കത്തിക്കാൻ പോവാണ്. ആ സമയത്ത് പിള്ളേർ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കളിക്കുവാണ്. വിളിച്ചിട്ടൊന്നും വന്നില്ല. പിന്നെ ഒരു വിധത്തിൽ വിളിച്ച് അവർക്കെന്തോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കിടന്ന് പിള്ളേർ സെറ്റെല്ലാം ഒരിടത്ത് കൂടിയാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ അവരുടെ കാര്യം നോക്കി നടക്കുക. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ഇതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയൊക്കെ പറഞ്ഞ് മാതാവിനും ഈശോയ്ക്കൊക്കെ നന്ദി പറഞ്ഞ് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ ഈശോയെ കാണാൻ പോവുകയാണ്. ഈശോയെ കണ്ട് അവിടെയും കുറേ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ടാണ് പോയത്. പള്ളിയിൽ ഏറ്റവും പുറകിൽ കൂടെയാണ് ഞങ്ങൾ കയറി അവിടെ 5-10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചു. പിള്ളേരെ അപ്പം തന്നെ കടൽ തീരത്ത് പോവാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അങ്ങനെ കുറച്ച് സമയം പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ കടൽ തീരത്തോട്ട് പോയി. കടൽ തീരത്തോട്ട് പോയപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടെ നിന്ന് കടലിൽ ഇറങ്ങണ്ട, ശംഖുമുഖത്ത് പോയിട്ട് അവസരം കൊടുക്കാമെന്ന് കളിക്കാൻ. പിന്നെ ഇവർക്കൊക്കെ എല്ലാവരും നിന്ന് കളിക്കണയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. വന്ന് പറഞ്ഞ് എല്ലാവരും നിന്ന് കളിക്കുമല്ലേ, നമ്മളും കളിക്കട്ടെ എന്ന്. പിന്നെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഇറങ്ങണ്ട, അവിടെ ആകുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ദേഹമൊക്കെ നനയുമ്പോൾ തുണിയൊക്കെ മാറ്റിയിട്ട് പോവാമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കുഴപ്പമില്ല. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. ടോയ്സ് ഒന്നും വാങ്ങിക്കാൻ പിള്ളേരും പിണങ്ങിയില്ല, എന്തോ ഭാഗ്യത്തിന്. ഇവിടെ കടലിൽ ഇറക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് ശംഖുമുഖത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ട് വന്നു. നമ്മൾ പിന്നെ പോണ വഴിക്ക് പൈനാപ്പിളും മാംഗോയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഉപ്പും മുളകും ഇട്ട് പൈനാപ്പിൾ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ ശംഖുമുഖത്ത് എത്താൻ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വെട്ടുകാട്. പക്ഷെ ഞങ്ങൾ തിരിച്ച സമയത്ത് നല്ലതായിട്ട് തിരക്ക് കയറി വന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ശംഖുമുഖത്ത് എത്തിയിരിക്കുകയാണ്. പിള്ളേർക്ക് ഈ കടകളിൽ എത്തുമ്പോൾ തന്നെ, കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു ഉൾവലിവ് ഉണ്ടായിരുന്നു ടോയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ്. തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് കൊണ്ടുപോയത്. പിന്നെ കടലിൽ എത്തണതിന് മുന്നേ തന്നെ ഇവിടെ ഒരുത്തൻ പാൻറ്റൊക്കെ പൊക്കി വയ്ക്കലാണ്. കടലിൽ ചെന്ന് കളിക്കുമ്പോൾ പാൻറ്റ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുള്ള് നനഞ്ഞിട്ടാണ് 4 പേരും കയറിയത്. അവർ കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുത്തു. കാരണം 4 പേരും വിളിച്ചിട്ട് കയറാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഗോപുരങ്ങളുണ്ടാക്കി കളിക്കലും പിന്നെ മണലിൽ പേരെഴുതി കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ മണലിൽ എവിടെ ആ തിര വരണ സ്ഥലത്ത് എഴുതി വയ്ക്കുമ്പോൾ ചില സമയത്തൊക്കെ വലിയ തിര വന്ന് അത് മായ്ച്ചുകൊണ്ടൊക്കെ പോകും.
പക്ഷേ അത് കണ്ട് നിൽക്കാനൊക്കെ നല്ല സൂപ്പറായിരുന്നു. ചെറിയ തിര വന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഇവരെന്തെങ്കിലും എഴുതി വെക്കുമ്പോൾ വലിയ തിര വന്ന് അത് മായ്ച്ചുകൊണ്ടൊക്കെ പോവുമായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു 20-25 മിനിറ്റോളം അവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ യാത്ര തിരിച്ചു അവിടുന്ന്. പിന്നെ നേരെ പോയത് കാട്ടാക്കട വിസ്മയയിലാണ്. വിസ്മയയിലെ ഫുഡെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷേ അവിടെ ചെന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കൂടിപ്പോയ ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ വെയിറ്റ് ചെയ്ത് കിട്ടണ ഫുഡെന്ന് വെച്ചാൽ നല്ല ഹെവി ഫുഡാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ നൂഡിൽസും ബെറോട്ടയും അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.